സോ നമ്മൾ പെർക്യൂസിറ്റ്സിൽ ലാസ്റ്റ് ഭാഗം നമ്മൾ വരുന്നത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതെല്ലാം നമ്മളെ ടാക്സ് ഫ്രീ എക്സംപ്റ്റഡ് ആണ്. അതിൽ മെഡിക്കൽ ബെനിഫിറ്റിൻ്റെ കേസിൽ മാത്രം ഒന്ന് ക്ലിയർ ആയി ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഡിപ്പെൻഡൻസിനോ മെഡിക്കൽ ഫെസിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റീഇംബേഴ്സ്മെൻറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഫുള്ളി ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടാക്സ് ഫ്രീ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ വരുന്നത്. ഈ കേസിലാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മുഴുവൻ എക്സംപ്റ്റഡ് ആണ്. ഇൻ കേസ് കമ്പനി ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തേർഡ് കേസ് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ₹15,000 വരെ മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ എക്സീഡിങ് ₹15,000 ഉണ്ടെങ്കിൽ നമ്മളതിന് ടാക്സ് പേ ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ അല്ല, certain extent വരെയാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ളൂ. ദാറ്റ് എക്സ്റ്റെൻഡ് ഈസ് ₹15,000. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ₹15,000. 15,000 എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം. ഈ 15,000 എന്നുള്ള എക്സംഷൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ട്രീറ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഇതാണ് പെർക്യൂസിറ്റ്സിൻ്റെ ഒരു നട്ട്ഷെൽ ആയിട്ട് നമ്മൾ വരുന്നത്. ഇനി ഇതിൽ മോട്ടോർ കാർ ഫെസിലിറ്റി, ദാറ്റ് ഈസ് സ്പെസിഫൈഡ് അസസീസിൻ്റെ കേസിലൊരു മോട്ടോർ കാർ ഫെസിലിറ്റി വരുന്നുണ്ട്. അത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കാനായിട്ടുണ്ട്. മോട്ടോർ കാർ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഇതുവരെയുള്ളത് നമ്മൾ ക്ലിയറായി. ഇനി മോട്ടോർ കാർ ഫെസിലിറ്റി. മോട്ടോർ കാർ ഫെസിലിറ്റി. അപ്പോൾ എല്ലാം നമുക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. മോട്ടോർ കാർ ഫെസിലിറ്റി എന്ന് വരുന്നത് ഏത് കേസിലാണ് വരുന്നത്? സ്പെസിഫൈഡ് അസസീസിൻ്റെ കേസിലാണ് മോട്ടോർ കാർ ഫെസിലിറ്റി വരുന്നത്. അപ്പോൾ മോട്ടോർ കാർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറയുന്നത് ഓൺ ഡോർ ഹയർഡ് ബൈ ദി എംപ്ലോയർ ഇതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. മോട്ടോർ കാർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു അസസിക്ക് എംപ്ലോയർ മോട്ടോർ കാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഓഫീസിൽ വരാനും പോകാനുള്ള സൗകര്യത്തിലെല്ലാം മോട്ടോർ കാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മോട്ടോർ കാർ എന്നുള്ള പെർക്യൂസിറ്റ്സിൽ വരുന്നത്. അതിന് ഫസ്റ്റ് കേസ് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദി എംപ്ലോയർ. മോട്ടോർ കാർ ഓൺ ചെയ്തത് എംപ്ലോയർ ആണ്, ദാറ്റ് ഈസ് കമ്പനിയാണ്. അല്ലെങ്കിൽ മോട്ടോർ കാർ വാടകയ്ക്ക് എടുത്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ വരുന്നുണ്ട്, കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. വെദർ ദ കാർ ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓർ പേഴ്സണൽ പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൺലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് കാർ എന്നുണ്ടെങ്കിൽ അവിടെ പെർക്യൂസിറ്റ്സിൻ്റെ വാല്യൂ, അതായത് ഫസ്റ്റ് കേസിൽ ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോളി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് നിൽ. വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ഇല്ല. കാരണം ഒരു പെർക്യൂസിറ്റ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റും എൻജോയ് ചെയ്യേണ്ടത് ഫൈനൽ അതോറിറ്റി, ദാറ്റ്സ് ദ എംപ്ലോയി ആണ്, നോട്ട് ദി എംപ്ലോയർ. അപ്പോൾ ഈ കേസിൽ അസസിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. കാരണം കമ്പനിയുടെ ആ കാറ് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യലായ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. സോ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് നിൽ. പെർക്യൂസിറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. എംപ്ലോയി ഒന്നെങ്കിൽ കാർ ഓടിക്കാനുള്ളൊരു പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ പെർക്യൂസിറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കേസിൽ എംപ്ലോയിക്ക് പേഴ്സണൽ ബെനിഫിറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാർ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ പർപ്പസിനായതുകൊണ്ട് വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ഈസ് നിൽ. ദെൻ നെക്സ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ തന്നെയാണ്. കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ്. ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ്. കാർ ഉപയോഗിക്കുന്നത് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെർക്യൂസിറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് ഓണർഷിപ്പ് കമ്പനിയുടെ കയ്യിലാണ്. ഓണർഷിപ്പ് കമ്പനിയുടെ കയ്യിലായതുകൊണ്ട്
ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കാർ. എത്രയാണോ നമുക്ക് കാർ ഓടിക്കാൻ വേണ്ടി വരുന്ന റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് അത് നമ്മൾ എടുക്കുന്നു. അതിൽ നിന്നും ഡ്രൈവർ, അതായത് നമ്മൾ ഡ്രൈവർക്ക് വല്ല റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ നമ്മൾ കണക്കിലെടുക്കുന്നു. ഡ്രൈവറെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ കൂടി നമ്മൾ എടുക്കുന്നു. ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ, ആ കാറിൻ്റെ ഡിപ്രീസിയേഷൻ 10% കൂടി എടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെസ് എമൗണ്ട് ചാർജ്ഡ് ഫ്രം എംപ്ലോയി, എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ഇതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. റിപ്പീറ്റ് ചെയ്യാം. ഈ കേസ് വരുന്നത് മോട്ടോർ കാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്, അതിൻ്റെ ഓണർ എംപ്ലോയർ ആണ്. ഇനി കാർ ഉപയോഗിക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിന് മാത്രമല്ല പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ആക്ച്വൽ എക്സ്പെൻസസ് ഓഫ് റണ്ണിങ്, ദെൻ റെമ്യൂണറേഷൻ ടു ദി ഡ്രൈവർ, ദെൻ ഡിപ്രീസിയേഷൻ 10%, കോസ്റ്റിൻ്റെ 10%, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ഇതാണ് ഫൈനൽ പെർക്വിസിറ്റ്സ് വരുന്നത്. ഈ കേസ് വരുന്നത് ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് കാർ ഓൺഡ് ബൈ ദി എംപ്ലോയർ ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ completely for official purpose, so value of perquisite is nil. First case. Second case പറഞ്ഞ car owned by the employer but it is used for both official and private purpose ആവുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ എക്സ്പെൻസസ് എടുക്കുന്നു, അതിൽ ഡ്രൈവർ സാലറി നമ്മൾ എടുക്കുന്നു, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 10% ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെസ് ചെയ്യുന്നു. ഫൈനൽ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നമ്മൾ കാർ ലീസിനാണ്, വാടകയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്തിരിക്കുകയാണ് കാർ എന്നുണ്ടെങ്കിലാണ്. കാർ ലീസിന് എടുത്തിരിക്കുകയാണെങ്കിൽ ലീസിൽ വരുന്നത് നമുക്ക് എത്രയാണോ എമൗണ്ട് അത് റൺ ചെയ്യാൻ വേണ്ടി വരുന്ന സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ആ എമൗണ്ടും പിന്നെ നമ്മളതിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവറിന് റെമ്യൂണറേഷൻ എങ്കിൽ ആ റെമ്യൂണറേഷൻ നമ്മൾ എടുക്കുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തതിന് നമ്മൾ ലെസ് ചെയ്യും. ഡിപ്രീസിയേഷൻ മാത്രം ഇത് വരില്ല, കാരണം ലീസിങ് ആവുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ വരില്ല. അത് അക്കൗണ്ടിങ്ങിലൊക്കെ ക്ലിയർ ആയി മനസ്സിലാക്കിയതായിരിക്കും. കാരണം ഡിപ്രീസിയേഷൻ ഷുഡ് ബി ക്ലെയിംഡ് ബൈ ദി ഓണർ ഓഫ് ദി അസെറ്റ്, നോട്ട് ദി യൂസർ ഓഫ് ദി അസെറ്റ്. ഡിപ്രീസിയേഷൻ എപ്പോഴും ക്ലെയിം ചെയ്യുന്ന അൾട്ടിമേറ്റ് അതോറിറ്റി, ക്ലെയിം ചെയ്യാനുള്ള റൈറ്റുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ഈസ് ദി ഓണർ ഓഫ് ദി അസെറ്റ്, നോട്ട് ദി യൂസർ ഓഫ് ദി അസെറ്റ്. ഇതാണ് ഈ കേസിൽ നമ്മൾ പറയുന്നത്. ഇനി ഇത് കാർ ഓൺ ചെയ്യുന്നത് ഇപ്പോൾ എംപ്ലോയർ ആയിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് കേസ് എടുക്കുന്നത് കാർ നമ്മൾ ഹയർ ചെയ്തിരിക്കുകയാണ്. ഹയർഡ് ബൈ ദി എംപ്ലോയർ ആണെങ്കിൽ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദി എംപ്ലോയർ, ഓൺഡ് ആവാം അല്ലെങ്കിൽ ഹയർഡ് ആവാം എംപ്ലോയർ. ഈ കേസിൽ അത് ഉപയോഗിക്കുന്നത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ രണ്ട് പർപ്പസിന് നമ്മൾ കാർ ഉപയോഗിക്കുന്നു. ഒന്നുകിൽ ഹയർ ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ ഓൺഡ് ആയിരിക്കാം. പക്ഷെ നമ്മൾ രണ്ട് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പറയുന്നത് വീണ്ടും ഇതിലൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദി എംപ്ലോയർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്. ഇനി അതിൽ ഒരു കേസും കൂടി പറയുന്നത് ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ മോട്ടോർ കാർ ഈസ് ബോൺ ബൈ ദി എംപ്ലോയർ. ഈ കാറിന് വരുന്ന എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. റിപ്പീറ്റ് ചെയ്യാം. കാർ നമ്മൾ ഹയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതോ ഹയർ ചെയ്യുന്നതോ എംപ്ലോയർ. ഈ കാർ ഉപയോഗിക്കുന്ന പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്ന ഫൈനൽ അതോറിറ്റി എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ കാറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ ടാക്സബിൾ പർപ്പസ് ലാർജ് കാർ ആൻഡ് സ്മോൾ കാർ. അത് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് ക്യൂബിക് കപ്പാസിറ്റി ബേസിലാണ്. ലാർജ് കാർ സ്മോൾ കാർ എന്ന് പറയുന്നത് അത് 1.6 ക്യൂബിക് കപ്പാസിറ്റി ലെസ് ദാൻ ആണെങ്കിൽ സ്മോൾ കാറിനും കൂടുതലാണെങ്കിൽ നമ്മളതിനെ 1.6 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി ആണെങ്കിൽ, എക്സീഡ് ചെയ്താൽ ലാർജ് കാർ, ഡസ് നോട്ട് എക്സീഡ് ആണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ നമ്മളതിനെ സ്മോൾ കാർ എന്ന് പറയുന്നു. ഇൻ ദ കേസ് ഓഫ് സ്മോൾ കാർ ആൻഡ് ലാർജ് കാറിൽ ഇതിൽ വരുന്നത് ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത്. ഇനി സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിൽ 1800 പെർ മന്ത്. 1800 പെർ മന്ത്. ഇത് ലാർജ് കാർ ആണെങ്കിൽ കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ ദി എംപ്ലോയർ ആൻഡ് കാർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്.
all expenses related to that particular car should be met by the employer. Then the value of perquisite in case of large car is rupees 2,400 per month. In case of small car, 1,800 per month. ഇനി if driver facilities also provided, ഡ്രൈവറെ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ add 900 per month. Add 900 per month. എംപ്ലോയർ ഡ്രൈവറെ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 900 രൂപ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് വാല്യൂ ഓഫ് മോട്ടോർ കാർ ഇൻ ദ കേസ് ഓഫ് കാർ ഹയർഡ് ഓർ ഓൺഡ് ബൈ ദി എംപ്ലോയർ ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കാറ് ഓൺ ചെയ്യുന്നതും ഹയർ ചെയ്തതും അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് കമ്പനിയാണ്. ആ കേസിൽ കംപ്ലീറ്റ് ആയി ഉപയോഗിക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ പെർക്വിസിറ്റിൻ്റെ വാല്യൂ നില്ലാണ്. സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞത് കാർ ഓൺ ചെയ്യുന്നത് കമ്പനിയാണ് ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി എംപ്ലോയി ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓൺലി. സെക്കൻഡ് കേസിൽ പ്രൈവറ്റ് പർപ്പസിനാണെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈവറുടെ സാലറി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ 10% ആഡ് ചെയ്യുന്നു, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുന്നു. ഇൻ കേസ് ലീസിംഗ് ആണ് എന്നുണ്ടെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നു, ഡ്രൈവേഴ്സ് സാലറി ആഡ് ചെയ്യുന്നു, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് എടുക്കുന്നു. പക്ഷേ അതിലേത് വരില്ല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഈ കേസ് വരുന്നത് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ആകുമ്പോഴാണ്. ദെൻ തേർഡ് കാറ്റഗറി രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്. പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നു, ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. കാർ ഓൺ ചെയ്യുന്നതോ ഹയർ ചെയ്യുന്നതോ എംപ്ലോയി ആണെങ്കിൽ അതൊരു എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ, അത് ലാർജ് കാർ ആണെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റി ബേസിൽ ലാർജ് കാർ ആണെങ്കിൽ 2,400 പെർ മന്ത്. ദെൻ സ്മോൾ കാർ ആണെങ്കിൽ 1,800 പെർ മന്ത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് ആഡ് ചെയ്യണം. നമ്മൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം. ഇനി ലാസ്റ്റ് ഇതിൽ വരുന്ന ഒരു ഭാഗം, ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ഇതിലെല്ലാം ഓണർഷിപ്പ് എംപ്ലോയർ ആയിരുന്നു. ഇനി ഓണർഷിപ്പ് ഓൺഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ ഓൺഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ ഇപ്പോൾ എംപ്ലോയിയുടെ കാറ് എംപ്ലോയർ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണോ ഉപയോഗിച്ച എമൗണ്ട് എന്നുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്, കമ്പനി റീഇംബേഴ്സ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഫുള്ളി യൂസ്ഡ് ബൈ ഒഫീഷ്യൽ പർപ്പസ് ആണ്, ബട്ട് കാർ ഓൺഡ് ബൈ ദി എംപ്ലോയി ആണെങ്കിൽ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കമ്പനി. ഇനി സെക്കൻഡ് കാറ്റഗറി വരുന്നത് കാർ ഉപയോഗിക്കുന്നത് എംപ്ലോയിയുടെ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കമ്പനി പർപ്പസിനുണ്ട്. പാർട്ട്ലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കേസിൽ തന്നെ ലാർജ് ആൻഡ് സ്മോൾ കാർ പറഞ്ഞ കേസ് തന്നെയാണ്. ലാർജ് കാറിൻ്റെ കേസിൽ 2,400 പെർ മന്ത്, സ്മോൾ കാർ ആണെങ്കിൽ 1,800 പെർ മന്ത്. 1,800 പെർ മന്ത്. പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ പ്ലസ് 900 പെർ മന്ത്. ഇതാണ് ഈ കേസിൽ വരുന്നത്. ഇതാണ് മോട്ടോർ കാർ ഫെസിലിറ്റിയിൽ വരുന്നത്. റിപ്പീറ്റീഷൻ ഒരു അറ്റ് എ ഗ്ലാൻസിൽ ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കേസിൽ വരുന്നത് കാർ ഓൺഡ് ബൈ ദി എംപ്ലോയി ഓർ ഹയേർഡ് ബൈ ദി എംപ്ലോയി. കാർ ഫെസിലിറ്റി ഈസ് ഫുള്ളി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണ് എന്നുണ്ടെങ്കിൽ പെർക്വിസിറ്റിൻ്റെ വാല്യൂ നില്ലാണ്, കാരണം എംപ്ലോയിക്ക് പർട്ടിക്കുലർ ബെനിഫിറ്റ് ഒന്നുമില്ല. സെക്കൻഡ് കേസിൽ നമ്മൾ വരുന്നത് കാർ ഓൺ ചെയ്യുന്നതോ ഹയർ ചെയ്യുന്നതോ എംപ്ലോയർ തന്നെയാണ്, കമ്പനി തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓഫ് ദി എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ എക്സ്പെൻസസ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഓഫ് ദി മോട്ടോർ കാർ പ്ലസ് സാലറി ഓഫ് ദി റെമ്യൂണറേഷൻ ഓഫ് ദി ഡ്രൈവർ പ്ലസ് 10% ഡിപ്രീസിയേഷൻ, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുന്നു. ഇനി ലീസിങ് ആണ് എന്നുണ്ടെങ്കിൽ, കാർ ഹയർ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് പർപ്പസിന് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഏത് ആഡ് ചെയ്യുന്നു, ഡ്രൈവർ സാലറി ആഡ് ചെയ്യുന്നു, ലെസ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറയുന്നത് കാർ ഓൺ ബൈ ദി എംപ്ലോയർ ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസ്. പാർട്ട്ലി ഒഫീഷ്യൽ പാർട്ട്ലി പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
ഓൾ എക്സ്പെൻസസ് ഷുഡ് ബി മെറ്റ് ബൈ ദി എംപ്ലോയർ. കമ്പനിയാണ് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.6 ലിറ്റർ കപ്പാസിറ്റി എക്സീഡ് ചെയ്യുന്ന CC എക്സീഡ് ചെയ്യുന്ന കാറാണെന്നുണ്ടെങ്കിൽ അതിനെ ലാർജ് കാർ എന്നും, 1.6 ലിറ്റർ കപ്പാസിറ്റി കുറഞ്ഞ ആണെങ്കിൽ CC കുറവുള്ളതാണെങ്കിൽ അതിനെ സ്മോൾ കാർ എന്ന് പറയുന്നു. ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത് ചാർജ് ചെയ്യുന്നു, സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത് ചാർജ് ചെയ്യുന്നു, പ്ലസ് ഡ്രൈവേഴ്സ് സാലറി 900 കൂടി ആഡ് ചെയ്യുന്നു. ദെൻ ഇൻ ദ കേസ് ഓഫ് കാർ ഓൺ ബൈ ദി എംപ്ലോയി ആണെങ്കിൽ, കാറിൻ്റെ ഉടമസ്ഥാവകാശം എംപ്ലോയിലാണ്, അത് ഫുൾ ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി റീഇംബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് ആണ് വരുന്നത്. അതിൽ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട് അതാണ് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് കേസിൽ വരുന്നത് കാർ ഓടുന്നത് ഒഫീഷ്യൽ പർപ്പസിനും ഓടുന്നുണ്ട്, പ്രൈവറ്റ് പർപ്പസിനും ഓടുന്നുണ്ട്. കാറിൻ്റെ ഓണർഷിപ്പ് എംപ്ലോയിയുടെ കയ്യിലാണ്, അസസിൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് അസസിൻ്റെ കാറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ലാർജ് കാർ ആൻഡ് സ്മോൾ കാർ ആയിട്ടുള്ള ഡിവിഷൻ വൈസാണ് നമ്മൾ വാല്യൂ കണക്കാക്കുന്നത്. ലാർജ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത്, സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത് പ്ലസ് 900. രണ്ട് കേസിലും ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 900 പെർ മന്ത് കൂടി ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ ലാർജ് കാർ ആണെങ്കിൽ 2400 പ്ലസ് 900, സ്മോൾ കാർ ആണെങ്കിൽ 1800 പ്ലസ് 900 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോട്ടോർ കാറിൻ്റെ ഈ ഭാഗത്തിൽ പെർക്വിസിറ്റ്സ് വരുന്നത്. ഇതോടുകൂടി പെർക്വിസിറ്റ്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നന്നായി റെഫർ ചെയ്ത് ക്ലിയർ ചെയ്യുക. ഓക്കെ ദെൻ ബൈ.